നമ്മളൊരു നാടൻ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കുറച്ച് മുമ്പ് ഒരു നെയ്യപ്പത്തിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള റെസിപ്പി ആയിരുന്നു. നല്ല നാടൻ ഒരു ഉള്ളിവടയുടെ റെസിപ്പി കൂടെ ഇടണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും ഒരുപാട് ആളുകൾ ഇതുവരെ നെയ്യപ്പം സക്സസ് ആവാത്ത ആളുകൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ അയച്ചു തന്നിരുന്നു. ഒരുപാട് സന്തോഷം. അപ്പോൾ നമ്മുടെ ഈ ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 സവാളയാണ് എടുത്തിട്ടുള്ളത്, 3 വലിയ ഉള്ളി. അപ്പോൾ നമ്മൾ ഉള്ളിവടയ്ക്ക് എടുക്കുന്ന സമയത്ത് എപ്പോഴും നന്നായിട്ട് നൈസായിട്ട് തന്നെ മുറിച്ചെടുക്കണം. ഒരുപാട് കട്ടിയോട് കൂടെ മുറിച്ചെടുക്കരുത്. ഇങ്ങനെ മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞരടി നല്ല നൈസാക്കി എടുക്കണം. ഉള്ളി കട്ടി കൂടി പോയാൽ നമ്മളെ ഉള്ളിവട കറക്റ്റ് നല്ലൊരു ക്രിസ്പിയിൽ കിട്ടില്ല. ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി ചെറുതായി മുറിച്ചത്. ഇഞ്ചി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ ചെറുതാണ്, അല്ലെങ്കിൽ ഇടയ്ക്ക് ഭയങ്കര കടിക്കുന്ന സമയത്ത് അത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്താണെങ്കിൽ നിങ്ങൾക്ക് ചതച്ചിടുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്. ഇത് നമ്മളെ എരിവിനനുസരിച്ചും അതുപോലെ തന്നെ മുളകിന്റെ എരിവ് അനുസരിച്ചൊക്കെ മാറ്റം വരുത്താട്ടോ. അപ്പൊ ഞാനൊരു 2 മുളകാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായി മുറിച്ചത്. കറിവേപ്പില ഇങ്ങനെ ചെറുതായി മുറിച്ചതാണ് കുറച്ചുകൂടി നല്ലതാണ്. നമ്മൾ ഉള്ളിവട ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് കാണാൻ കുറച്ചുകൂടി ഭംഗിയുണ്ടാവും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്ന സമയത്ത് ആദ്യം കുറച്ച് ഇട്ടിട്ട് നോക്കി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഉള്ളിവട ആവുന്ന സമയത്ത് ഉപ്പ് ഒരു ഇത്തിരി കൂടിയാൽ തന്നെ പെട്ടെന്ന് മനസ്സിലാവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഞാൻ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല ഈ ഒരു ഉള്ളിവടയിലേക്ക്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കടലമാവ് മൈദ ഇടുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം അത് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ ഈ ചിക്കൻ മസാല കൂടെ ചേർക്കുന്ന സമയത്ത്. ഇതും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കടലമാവ്, അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഞാൻ ചേർക്കുന്നത്. നമുക്ക് ഇതിലേക്ക് എപ്പോഴും മൈദ കടലമാവൊക്കെ എടുക്കുന്ന സമയത്ത് ഉള്ളിനേക്കാൾ കൂടുതൽ ഇത് വരരുത്, മൈദ കടലമാവൊന്നും വരരുത്. എപ്പോഴും മിക്സ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ചേർക്കുക. അപ്പൊ ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന ഉള്ളി ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് കടലമാവിന്റെ അളവ് വേണ്ടിയില്ല. അപ്പൊ നമ്മൾ ആദ്യം 1-2 ടേബിൾ സ്പൂൺ ഇട്ട് മിക്സ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ചേർക്കണം. കാരണം നമ്മളിത് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് കയ്യിലെടുക്കുന്ന സമയത്ത് ഉള്ളി ആയിരിക്കണം കൂടുതൽ ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. സാധാരണ നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത അരിപ്പൊടി ഒരുപാട് കൂടി പോകരുത്. 1-1.25 ടേബിൾ സ്പൂണോ മതിയാവും. അതിൽ ഭയങ്കര കൂടുതലായാൽ ഭയങ്കര കട്ടിയായി പോകും. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വെള്ളം ആവരുത്, അപ്പോൾ നമ്മൾ കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അത്യാവശ്യം ഉള്ളിൽ നിന്ന് ചെറിയൊരു നനവ് ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മാവ് മിക്സ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കണം. അതായത് ഉള്ളിനേക്കാൾ കൂടുതൽ മാവ് ഉണ്ടാവാൻ പാടില്ല, ഞാൻ പറഞ്ഞതുപോലെ. അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് നമുക്ക് നന്നായിട്ട് ഉൾഭാഗം ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ചെറിയ രീതിയിൽ നമ്മൾ ചെറിയ ബോളാക്കിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ കുറച്ച് വലിയ ഉള്ളിവടയാണ് ചെയ്യുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, മാവ് കൂടാൻ പാടില്ല. പിന്നെ നമുക്ക് ചില സമയത്ത് കിട്ടുന്ന ഒരു ഉള്ളി, റെഡ് കളർ കൂടുതലുള്ള ഒരു ഉള്ളി വരുന്ന സമയത്ത് നമ്മൾ എത്ര ഫ്രൈ ചെയ്താലും ചിലപ്പോൾ ഒരു ഫ്രൈ ആയി വരില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉള്ളിയാണെങ്കിൽ ഈ വലുതാക്കി ഫ്രൈ ചെയ്യാത്തതായിരിക്കും നല്ലത്. കാരണം ഉൾഭാഗത്തേക്ക് കറക്റ്റ് ഫ്രൈ കിട്ടില്ല. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ എണ്ണ ചൂടാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ നേരം വെക്കുമ്പോൾ ചിലപ്പോൾ സവാളയിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഭയങ്കര വെള്ളമായി ആയി പോകും. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ചൂടാക്കുക. ഈ ഓയിൽ ചൂടാക്കുന്ന സമയത്ത് നമ്മൾ ഇതിൽ നിന്ന് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ, നല്ല ചൂടായ ഓയിൽ നമ്മൾ ഈ കുഴച്ച് വെച്ചിട്ടുള്ള മിക്സിലേക്ക് എടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ആയാലും മതി. ഈ ചൂടോടുകൂടിയുള്ള എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നല്ല ക്രിസ്പിയോട് കൂടെ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് കിട്ടും. എന്നിട്ട് ഈ എണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷമാണ് നമ്മളിത് ചുട്ടെടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്താലും മതി. ഓയിൽ നമുക്ക് ആദ്യം ആവശ്യത്തിന് ചൂടാക്കി എടുക്കണം. ഒരുപാട് ചൂട് കൂടി പോകാൻ പാടില്ല. കാരണം നമ്മൾ മാവ് ഇതിലേക്ക് ഇട്ട ഉടനെ ഭയങ്കര പെട്ടെന്ന് തന്നെ ബ്രൗൺ കളറായിട്ട് ഉള്ളു വേവാതായി പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇതിലേക്ക് മാവ് ഇടുന്നത്. പിന്നെ ഇട്ട് കഴിഞ്ഞ് നമുക്കിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് എടുക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെക്കുക. കാരണം നമ്മൾ ഉള്ളിവട ഇതിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ലോ ഫ്ലെയിമിലായി പോയാൽ ചിലപ്പോൾ എണ്ണ കുടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഫ്രൈ ചെയ്യാം.
നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പിൽ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് വലുതായിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ കയ്യിലൊരു ഇത്തിരി വെള്ളം തടവി കൊടുക്കുക വേണമെന്നുണ്ടെങ്കിൽ. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ വെച്ച് പരത്തിയിട്ടാലും മതി. നമുക്ക് ആവശ്യത്തിനുള്ള വലുപ്പത്തിനുള്ള മാവ് എടുത്ത് പരത്തിയതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക. ശരിക്കും ഒരു 1-2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കേണ്ടി വരും. എന്നാലാണ് കറക്റ്റ് നല്ല രീതിയിൽ ഫ്രൈ ആയി കിട്ടുക ഉള്ളിവടയൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് കാണുന്ന സമയത്ത് ഒരു ഇത്തിരി ഉള്ളി മാത്രമാണോ മാവില്ലെന്ന് തോന്നും. പക്ഷെ അത് കറക്റ്റ് ഫ്രൈ ആയി വരുന്ന സമയത്ത് കറക്റ്റ് രീതിയിൽ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരു 1-2 പ്രാവശ്യം നമുക്ക് തിരിച്ചും മറിച്ചും ഇട്ടതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. കാരണം ഈ ഒരു ചൂട് തന്നെ എടുത്തതിന് ശേഷമുള്ള ചൂട് കിടന്ന് ഒന്നങ്ങ് കളർ മാറിക്കോളും. ഭയങ്കര കളർ മാറിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഭയങ്കര കറുപ്പ് കളറായി പോകും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പൂൺ കൊണ്ടോ കൈയൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി വേണമെങ്കിൽ ചുട്ടെടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ വീട്ടിലൊക്കെ ഇങ്ങനെയായിരിക്കും ചെയ്യുന്നത്. ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. കാരണം പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും, ഉൾഭാഗമൊക്കെ നല്ല ക്രിസ്പോട് കൂടി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എങ്ങനെയാണോ സൗകര്യം അതിനനുസരിച്ച് ചെയ്യാം. ഉള്ളിവടയൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ എപ്പോഴും നല്ല ചൂടോട് കൂടെ തന്നെ കഴിക്കണം. കാരണം തണുത്ത് കഴിഞ്ഞ് കഴിക്കുന്ന സമയത്ത് നല്ല ക്രിസ്പി ഉണ്ടാവില്ല. പിന്നെ അതിൻ്റെ ഉൾഭാഗം ഒരു മാവിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഈ ഉള്ളിവടയൊക്കെ. ഇതിൽ നമ്മൾ സ്പെഷ്യൽ ചിക്കൻ മസാല കൂടെ ചേർത്തുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. താങ്ക്